ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം കൂട്ടുകാരെ. എന്താണ് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? എല്ലാവരും ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും അല്ലേ? അപ്പം ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് കുഞ്ഞമ്മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞമ്മത്തി തേങ്ങ അരച്ചൊരു കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും വെക്കുന്ന കറി തന്നെയാണ് തേങ്ങ അരച്ച്. അപ്പോൾ അതൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ എടുത്തിടുന്നുണ്ട്. തേങ്ങ അരച്ചൊരു കറിയാണ് കുഞ്ഞമ്മത്തി. കുറച്ച് കുഞ്ഞമ്മത്തി പൊരിക്കുകയും ചെയ്യണം, കുറച്ച് കുഞ്ഞമ്മത്തി കറിയും വെക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും കേട്ടോ, മറക്കാതെ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് കൂടെ ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോ കാണാം അല്ലേ? മീൻ കാണാം. ആദ്യമായിട്ട് മീൻ കാണാം. നമുക്ക് ആദ്യം മീൻ കാണാം അല്ലേ? ഇതാണ് കുഞ്ഞമ്മത്തി. കണ്ടാ, നല്ല ഫ്രഷ് കുഞ്ഞമ്മത്തിയാണ്. കണ്ടാ, ഈ കുഞ്ഞാമ്മത്തീനെ നമുക്കിന്ന് തേങ്ങ അരച്ചിട്ടൊരു കറിയും കുറച്ചെടുത്തിട്ട് നമുക്കിന്ന് വറക്കുകയും ചെയ്യണം. അപ്പം ഞാൻ ഈ കുഞ്ഞമ്മത്തി എല്ലാം ഒന്ന് ഫ്രഷായിട്ട് വെട്ടി തേച്ച് കഴുകി വരട്ടെ. തേച്ച് എല്ലാം വൃത്തിയാക്കി കഴുകിയെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ എൻ്റെ കൂട്ടുകാരെ, ഞാൻ മീനെല്ലാം നല്ലോണം വെട്ടി കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മീൻ്റെ തല ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ മീൻ്റെ കുഞ്ഞമ്മത്തിയുടെ തല ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മളിങ്ങനെയാണ് എടുക്കല് കേട്ടോ. നിങ്ങളെങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഫ്രൈ ആക്കാനായിട്ട് പൊരിക്കാനായിട്ടാണിത്. ഇതിന് 2 അയലയുണ്ട്. 2 അയല കിട്ടിയിട്ടുണ്ട്. അയല ഞാൻ പൊരിക്കാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് അയലയാണ്. 2 മത്തിയുടെ കൂടെ കിട്ടിയതാണ്. അത് ഞാൻ വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് വറക്കാനാണ്. നമ്മളിവിടെ പൊരിക്കാനെന്നും പറയും, ഫ്രൈ ആക്കാനെന്നും പറയും, വറക്കാനെന്നൊക്കെ പറയും. അപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കാനാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചു, മഞ്ഞൾ പൊടി എടുത്ത് വെച്ചു, കുരുമുളക് പൊടി എടുത്തു, അതിൻ്റെ കൂടെ ഉപ്പും കൂടെ. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി കുഴച്ചിട്ട് വേണം ഇതിൽ തേച്ച് പിടിപ്പിക്കണം. ഇതല്ല. പിന്നെ നമുക്ക് തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. തേങ്ങ അരച്ച മുളക് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത്. ഒരു ചെറിയ 2 തക്കാളിയാണിത്, ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ വേണ്ടത് കറിവേപ്പില, പിന്നെ കുഞ്ഞുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളിയാണ്, വലിയുള്ളി ഞാൻ എടുത്തില്ല. ചെറിയ ഉള്ളി ഇട്ടാൽ നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക് 4ആയിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ കറിക്ക് വേണ്ടിയുള്ളത്, ചാറിന് വേണ്ടിയുള്ളത്. പിന്നെ ഫ്രൈഡ് ഞാൻ കാണിച്ചു തന്നു. അപ്പം ഇനി നമുക്ക് തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് വരാം കേട്ടോ. തേങ്ങയൊക്കെ അരക്കട്ടെ. അങ്ങനെ നമ്മൾ മീൻ കറി വെക്കാൻ പോവാണ് കേട്ടോ. ചട്ടീൻ്റെ അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ മതി കേട്ടോ. തേങ്ങ അരച്ച് കറിയാവുകൊണ്ട് ഒത്തിരി എണ്ണ വേണ്ടല്ലോ, കുറച്ച് എണ്ണ മതി നമുക്ക്. ഞാൻ ശകലം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പുക വരുന്നുണ്ട് നല്ലപോലെ. ചട്ടി നല്ലപോലെ ചൂടായത് കൊണ്ടാണ്. അങ്ങനെ നമുക്ക് കടുക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവയും കൂടി ഒന്ന് പൊട്ടട്ടെ. ഉലുവ പൊട്ടി നമുക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. പുക നല്ലോണം പോകാം. 2 വറ്റൽമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. ഉള്ളി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് അടുപ്പായതുകൊണ്ട് നല്ലോണം പുക വരുന്നുണ്ടല്ലേ. പിന്നെ കുഴിയും ചട്ടി ആയതുകൊണ്ട് അങ്ങനെ കാണുന്നുമില്ല. കുറച്ചുകൂടി ബാക്കോട്ട് തന്നെ, കുറച്ചുകൂടി മുന്നോട്ട്. കുഴിയുള്ള ചട്ടി ആയതുകൊണ്ടേ ശരിക്കും കാണുന്നില്ല അല്ലേ. അങ്ങനെ ഉള്ളി നല്ലപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമേ. അങ്ങോട്ട് ചട്ടിയുടെ നേരെ കാണിക്കേ. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നമുക്ക് അതിൻ്റെ കൂടെ പച്ചമുളക്, നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും കൂടി നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം.
ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. നല്ലപോലെ ഒന്ന് വാട്ടി എല്ലാം ഒന്ന് ഉടയുന്ന പോലെ വാട്ടിയെടുക്കണം നമുക്ക്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചാൽ കേട്ടോ, നല്ല ടേസ്റ്റാണ്. ക്യാമറ പിടിച്ചു തരാനേ ഇക്കാക്കും അങ്ങനെ വലിയ പരിചയമില്ല. ഞാൻ ഈ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ച് ഇളക്കുമ്പം ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാണ്, നമുക്കൊരു വീഡിയോസ് ഇടണ്ടേന്ന് ഓർത്തിട്ട് ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് തക്കാളി നല്ലപോലെ ഒന്ന് വാടട്ടെ. തക്കാളി എല്ലാം നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. അങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം വാടിയിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ വാടിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് തക്കാളി നമുക്ക് നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട്. തക്കാളി, ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടി നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മളിതാ തേങ്ങ, മുളക്, മഞ്ഞൾ പൊടി അരച്ച് വെച്ചതാണ് കേട്ടോ. ഇത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചതാണിത്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നല്ലപോലെ നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം, അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ കേട്ടോ. ഇതങ്ങനെ നമ്മുടെ തേങ്ങയെല്ലാം നല്ലപോലെ അതിൻ്റെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെ എല്ലാം നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിക്ക് അനുസരിച്ച് എത്ര കറി വേണമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നമുക്കിവിടെ കറണ്ട് പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു ക്ലിയർ ഇല്ല കേട്ടോ, വീഡിയോയ്ക്ക് ക്ലിയർ ഇല്ല. കറണ്ട് പോയി മക്കളെ, എന്താ ചെയ്യുക, നമ്മുടെ കറണ്ട് ഇങ്ങനെ നമ്മളെ കളിപ്പിക്കുകയാണ് എപ്പോഴും. പോയി 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 വരികയും പോവും, വരികയും പോയി, എന്താ ചെയ്യുക. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വറ്റി വരണം, മീനൊക്കെ വെന്ത് വരണ്ടേ, അതിനാണ് നമ്മൾ ഇത്രയും കുറച്ച് വെള്ളം ഒഴിച്ചത് കേട്ടോ. അപ്പം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മൾ നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. നമുക്ക് എത്ര ഉപ്പ് വേണമെന്നൊക്കെ അനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ചാറൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 4 കഷ്ണം കുടംപുളിയാണ് ഞാൻ ഇടുന്നത്. കണ്ടോ, കുടംപുളിയാണ്. ഒരു 4 കഷ്ണം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 കഷ്ണം പുളിയാണ്. അതും കൂടി നമുക്ക് ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മീൻ ഇടാൻ പാടുള്ളൂ. തിളയ്ക്കണം നല്ലപോലെ, പുളിയൊക്കെ ഒന്ന് ഇച്ചിരി വെന്ത് ഒക്കെ ഇറങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് മീൻ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഒന്ന് കറി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ, നല്ലപോലെ തിളക്കട്ടെ. നമുക്ക് കറി ഒന്ന് മൂടി വെക്കാം. ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. നമ്മുടെ കറി അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം, മൂടി തുറന്ന് നോക്കാം കേട്ടോ. ഇതാ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കണം. മീൻ നല്ലപോലെ വേകണ്ടേ. അപ്പോൾ കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പം 3 തളയൊക്കെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മീനൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് നല്ലപോലെ കുറച്ചൊന്ന് കുറുകി വരണം. ഒത്തിരി വെള്ളം പോലെ ആകാതെ ഇച്ചിരി കുറുകി വരണം. അപ്പോൾ നമുക്ക് ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മത്തി മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മീൻ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഇതാ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറി ഒന്ന് നല്ലപോലെ ഒന്ന് മീനൊക്കെ വെന്ത് നമ്മുടെ കറി ഒന്ന് കുറച്ച് പറ്റട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം പോലെയല്ലേ ഉള്ളത്, നമുക്ക് കറി കുറച്ചൊന്ന് പറ്റി വരട്ടെ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. മീനും കറിയും ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വേകട്ടെ. നമ്മുടെ ചാറൊന്ന് ഇച്ചിരി കുറുകി വരണമല്ലോ. നമുക്ക് ഒത്തിരി വെള്ളമായാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നല്ലപോലെ മീനും വേകണം, നമ്മുടെ കറിയും ചാറും ഒക്കെ ഒന്ന് വറ്റി കുറച്ചൊന്ന് ഒരു തിക്കായിട്ട്, ഒത്തിരി വെള്ളമല്ലാതെ ഒത്തിരി വറ്റിയും പോകാണ്ട് ഒരു മിനിമം ഇതിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഒന്ന് എല്ലാം സെറ്റായി വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമുക്ക് നമ്മുടെ കറിയെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നല്ലപോലെയല്ല, നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ചാറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അതാ നമുക്ക് കുറച്ച് ഒത്തിരി കട്ടി ആയാലും നമുക്ക് ഇഷ്ടമില്ല. ഒത്തിരി കറി കുറുങ്ങിപ്പോയാൽ ഇക്കാക്ക് ഒത്തിരി ഇഷ്ടമില്ല കേട്ടോ. കറി ഒത്തിരി കുറുകിപ്പോയാൽ
ഇക്കാക്ക് ഇഷ്ടമല്ല. ഈ ഒരു പരുവാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഉണ്ടോ? ഇതിനി ഇരുന്നും കുറച്ച് നേരം ഇരുന്നാലും ഇതിനി ഒന്ന് കുറച്ച് പറ്റും. അപ്പോൾ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരച്ച കറി, സൂപ്പർ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മേലെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കാം. രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചതാണ് കേട്ടോ. ഫ്രഷ് കറിവേപ്പില അതും കൂടി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക. കറിവേപ്പിലയുടെ ഗുണവും മണമൊക്കെ അതിൽ പിടിക്കട്ടെ. കറി ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. ഇപ്പം കറി വാങ്ങി വെക്കാം കേട്ടോ. അതങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് മുളകെല്ലാം തേച്ച് പിടിപ്പിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് 1/2 മണിക്കൂർ വെച്ചതാണ് കേട്ടോ. ഇത് 1/2 മണിക്കൂർ വെച്ചു ഞാൻ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഫ്രൈ പാൻ ആയതുകൊണ്ട് ഒത്തിരി എണ്ണ വേണ്ട. നമുക്ക് മീൻ പൊരിച്ചെടുക്കാനായിട്ട് ഒത്തിരി എണ്ണ വേണ്ടല്ലോ. അപ്പം ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കട്ടെ. ചുറ്റിച്ചിട്ടെടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്താ ചെയ്യുക, നമ്മുടെ മീനൊന്നും ഉടഞ്ഞു പോകാതെ കിട്ടാനായിട്ട് നമുക്കിതിൻ്റെ മേളിൽ കുറച്ചൊന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് മീനൊന്നും ഉടഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. മീൻ നല്ല റെഡിക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മീൻ ഇതിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. എടുത്ത് വെച്ചാലും നമ്മുടെ ഭാഷയൊക്കെ അങ്ങനത്തെ ഭാഷയാണ് കേട്ടോ. പക്ഷെ ഇതെല്ലാം കൂടി ഒന്ന് ഇതിലേക്ക് പറക്കി വെച്ച് കൊടുക്കണം. ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ കറക്റ്റായിട്ട് കിട്ടാത്തത്. നീങ്ങിയൊക്കെ പോകുന്നുണ്ട്. എന്താ ചെയ്യുക. അപ്പം നമുക്ക് മീനെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ചോറിൻ്റെ കറിയാണ് കേട്ടോ. ഇത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. വറവുണ്ട്, കപ്പളങ്ങ ഉപ്പേരിയുണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. അതൊക്കെ ആകുമ്പോൾ ഒത്തിരി ലെങ്തായി പോകും വീഡിയോസിന്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പം നമ്മുടെ മീനൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയും റെഡിയായി, നമ്മുടെ മീൻ ഫ്രൈയും റെഡിയായി. അടിപൊളിയല്ലേ? ഇതുണ്ടാ മീൻ നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അയലുണ്ട്, മത്തിയുണ്ട്. നല്ല കറുമുറ കടിച്ച് തിന്നിട്ട് ചോറ് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അതുപോലെ നമ്മുടെ തേങ്ങ അരച്ച കറി ഒഴിച്ചിട്ട് ചോറ് കുഴച്ച് ഉരുളയായിട്ട് അടിക്കാനും സൂപ്പർ കറിയാണ് കേട്ടോ. എല്ലാവരും ചെയ്യുന്ന കറി തന്നെയാണ്. എനിക്കറിയാം എല്ലാവരും ചെയ്യുന്ന കറി തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് വീഡിയോ എടുത്ത് ഇടണ്ടേ മക്കളെ? എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ? വീഡിയോ കൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ? വീഡിയോ കണ്ടിട്ട് ചെയ്യുമോ? ചെയ്യണേ. എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ കണ്ട് എന്താ പറയുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും എന്താ പറയുക, തെറ്റിപ്പോയി. ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. എന്നാൽ അടുത്ത നല്ലൊരു സൂപ്പർ വീഡിയോയുമായി വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. നമസ്കാരം കൂട്ടുകാരെ. എന്നാൽ പോട്ടെ. ടാറ്റാ ബൈ ബൈ.